അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളുടെ കൂടെ പുറത്തു നിൽക്കുമ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നത്. മൽ ഈമാൻ, ഏതാണ് നബിയെ ഈമാൻ, എന്താണ് ഈമാൻ, എന്താണ് വിശ്വാസം? ഖാല അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ ലിഖാഇഹി വ റുസുലിഹി വ തുഅ്മിന ബിൽ ബഅസ്. ഈമാൻ കാര്യത്തിൽ ആറാമത്തെ ഖദറുണ്ട്. ഖദർ ഈ ഹദീസിൽ പറഞ്ഞിട്ടില്ല, മറ്റു ഹദീസുകളിലുണ്ട്. അൽ ഈമാനു ഈമാനൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി, അല്ലാഹുവിലും അവൻ്റെ മലക്കുകളിലും വിശ്വസിക്കലാണ്. വ കുതുബിഹി, അല്ലാഹുവിൻ്റെ കിതാബുകളിലും. വ ബിലിഖാഇഹി വ റുസുലിഹി, നാളെ അല്ലാഹുവിനെ കണ്ടുമുട്ടണം എന്ന് വിശ്വസിക്കലാണ്. അല്ലാഹുവിൻ്റെ മുർസലീങ്ങളെ വിശ്വസിക്കലാണ്. വ തുഅ്മിന ബിൽ ബഅസ്, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കണം. അതാണ് ഈമാൻ. മൽ ഇസ്ലാം, എന്താണ് ഇസ്ലാം നബിയെ? ഖാല അൽ ഇസ്ലാമു അൻ തഅബുദല്ലാഹ് വലാ തുശ്രിക ബിഹി ഷൈഅൻ വതുഖീമസ് സ്വലാ വതുഅദ്ദിയ അസ്സകാ അൽമഫ്റൂദ വതസൂമ റമദാൻ. ഇതിൽ ഹജ്ജ് പറഞ്ഞിട്ടില്ല, ഹജ്ജ് പറഞ്ഞ ഹദീസുകളുണ്ട്. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം, ആരും അള്ളാഹുവിനോട് ആരെയും പങ്കുചേർക്കരുത്, അള്ളാഹുവിൻ്റെ കഴിവിൽ പങ്കാളികളാവാൻ ആരുമില്ല. വതുഖീമസ് സ്വലാ, നിസ്കാരം നിലനിർത്തണം. വതുഅദ്ദിയ അസ്സകാത്തൽ മഫ്റൂദ, അള്ളാഹു നിർബന്ധമാക്കിയ സകാത്ത് കൊടുത്തു വീട്ടണം. വതസൂമ റമദാൻ, റമദാൻ നോമ്പെടുക്കണം. ഖാല മൽ ഇഹ്സാൻ, എന്താണ് നബിയെ ഇഹ്സാൻ? എന്താണ് ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പരമമായ നന്മ എന്താണ്? ഖാല അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ് വഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാഖ്. ഇതുപോലത്തെ ഒരു സംഭവമാണ് ഹദീസു ജിബ്രീലിൽ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബിൻ്റെ മുമ്പിൽ വന്ന് ചോദിച്ച, നബി തങ്ങൾ വഫാത്താകുന്നതിൻ്റെ ഏകദേശം 80-83 ദിവസങ്ങൾക്ക് മുമ്പ് നബി തങ്ങളോട് വന്ന് ചോദിച്ച ഹദീസ് ഇതിന് സമാനമായ ഹദീസാണ്. ജിബ്രീൽ അലൈഹിസ്സലാം വസ്ത്രം ധരിച്ചു വന്നതും സ്വഹാബത്തിൻ്റെ മുമ്പിലിരുന്നതും അത് ആരാണെന്ന് സ്വഹാബികൾക്കറിയാതെ പോയതും നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത ഹദീസാണത്. അവിടെയുമുണ്ട് ഈ ചോദ്യം, മൽ ഇഹ്സാൻ, എന്താണ് ഇഹ്സാൻ? അള്ളാഹുവിനെ നമ്മൾ കാണുന്ന പോലെയാണ് അള്ളാഹുവിനെ ആരാധിക്കേണ്ടത്. അൻ തഅബുദല്ലാഹ്, നിസ്കരിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ കാണുന്നുണ്ട്, റുകൂഇലേക്ക് പോകുമ്പോൾ അള്ളാഹുവിനെ കാണുന്നുണ്ട്, സുജൂദിലേക്ക് ചെല്ലുമ്പോൾ അള്ളാഹുവിനെ കാണുന്നുണ്ട്, അത്തഹിയാത്തിൽ ഇരിക്കുമ്പോൾ അള്ളാഹുവിനെ കാണുന്നുണ്ട്. അസ്സലാമു അലൈക്കും എന്ന് മുഖം തിരിച്ചാലാണ് അള്ളാഹു നമ്മിൽ നിന്ന് മുഖം തിരിക്കുന്നത്. അതുവരെ അള്ളാഹു മുഖ്ബിലുൻ അലാ അബ്ദിഹി, അള്ളാഹു നമ്മിലേക്ക് മുന്നിട്ടിരിക്കുകയാണ്. അള്ളാഹു അക്ബർ എന്ന് ആദ്യത്തെ തക്ബീർ ചൊല്ലുന്നതോടുകൂടെ അള്ളാഹു നമ്മിലേക്ക് മുന്നിട്ടിരിക്കുകയാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കാണുന്ന പോലെ ആരാധിക്കണം. വ ഇല്ലം തകുൻ തറാ, അള്ളാഹുവിനെ നിനക്ക് കാണാൻ കഴിയില്ലെങ്കിലും ഫഇന്നഹു യറാഖ്, അള്ളാഹു നിങ്ങളെ കാണുന്നുണ്ട്, നിന്നെ കാണുന്നുണ്ട്.